കേരളത്തിൽ ഇലക്ഷൻ പ്രചരണം പൊടിപൊടിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് നേഴ്സുമാർ അവരുടെ സാലറി വർദ്ധിപ്പിക്കാനുള്ള സമരവും നടത്തുന്നത്. അവരുടെ സാലറി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ആ പാർട്ടിക്ക് അവർ വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ അത് വളരെയധികം പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഭരണകക്ഷിക്ക്. അല്ലെങ്കിൽ തന്നെയും നേഴ്സുമാരെ വളരെയധികം ചീപ്പായിട്ടാണ് കേരളം ഉൾപ്പെടെയുള്ള മിക്ക സംസ്ഥാനങ്ങളിലും ട്രീറ്റ് ചെയ്യുന്നത്. പ്രൊഫഷണൽസിനെ കഴിഞ്ഞും കൂടുതൽ സാലറി ഇപ്പോൾ ലേബേഴ്സിനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഒരു നേഴ്സിംഗ് പ്രൊഫഷൻ വിട്ട് കൂലിപ്പണിക്ക് പോകുന്നതായിട്ട് അറിഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അവർ ഡിമാൻഡ് ചെയ്യുന്ന 40,000 സാലറി ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചും അവരുടെ വർക്ക് ലോഡും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ഒരു സാലറി വർധനവാണ് അവർ ചോദിക്കുന്നത്. ഇത്രയധികം നേഴ്സുമാർ കൂട്ടപലായനം ചെയ്തിട്ടും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഗവൺമെൻറ് എന്തുകൊണ്ട് ഇതിനൊരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളത് ഉത്തരമില്ലാത്ത ചോദ്യമായിട്ട് അവശേഷിക്കുന്നു. ഇനി ബാക്കിയുള്ള നേഴ്സുമാരും കൂട്ടപലായനം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള സെക്ടറിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ജോലിയിലോട്ട് തിരിയുകയാണെങ്കിൽ കേരളത്തിലുള്ള ഹെൽത്ത് സെക്ടറിന് അതൊരു വളരെയധികം പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനായിട്ട് മാറും. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം മുഴുവൻ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൈയടക്കിയതുപോലെ നമ്മുടെ നേഴ്സുമാർ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഹെൽത്ത് സെക്ടറിലും ബംഗ്ലാദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും നേഴ്സുമാരെ ഹയർ ചെയ്ത് ആകെ കുളവാക്കി കഴിയുമ്പോൾ ഇപ്പോൾ കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്ന് പറയുന്നത് എങ്ങോട്ട് വീഴുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. നമ്മുടെ നേഴ്സുമാർ കാരണം മറ്റുള്ള രാജ്യങ്ങൾ പേരെടുക്കുമ്പോൾ മെഡിക്കൽ ഫീൽഡിൽ നമ്മുടെ രാജ്യം തലയും കുത്തി താഴോട്ട് വീഴുന്ന ഒരു സിറ്റുവേഷൻ വരണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കാൻ ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കുകയാണ്. ഇനി ഇലക്ഷനെക്കുറിച്ച് 2 വാക്ക്. വർഷങ്ങളായി കേരളം അടക്കി ഭരിച്ചിരുന്ന 2 പാർട്ടിക്കിടയിലോട്ട് മൂന്നാമതൊരു പാർട്ടിയായ BJP തൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിച്ച് കയറി വരുന്നതിൽ സന്തോഷം അറിയിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ചെങ്കിലും മാറ്റം ആഗ്രഹിക്കുന്നവരാണെന്ന് ഉള്ള തെളിവാണ് മൂന്നാമത്തെ പാർട്ടിയായിട്ട് ഉയർന്നു വരുന്ന BJPക്കുള്ള സ്വീകാര്യത. പഴയ മാമൂലുകളും പഴയ റൂൾസും എല്ലാം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് മാറിയില്ലെങ്കിലാണ് വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു മാറ്റം കേരളത്തിലും ഉണ്ടാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം.